ഒടുവിൽ പവനായി ശവമായി. അതായത് തരൂരിനെ വെട്ടാനും തള്ളാനും നിന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോട് തരൂരിനെ തൊട്ട് കളിക്കേണ്ടെന്ന് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. വെറുതെ വാവിട്ട് വായിൽ തോന്നിയത് പറഞ്ഞ് ഇടതുപക്ഷത്തിന്റെ കെണിയിൽ വീഴരുതെന്നും ഇവിടുത്തെ തലമുതിർന്ന നേതാക്കന്മാരോട് മുന്നറിയിപ്പുണ്ട്. പെരിയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPM-നെതിരെ ഇട്ട നരഭോജി പോസ്റ്റും തരൂർ വലിച്ചതോടെ പരസ്യ പ്രതിഷേധവുമായി എത്തിയവരോടാണ് അനങ്ങണ്ട, അവിടെ നിൽക്കാൻ ദേശീയ നേതൃത്വം പറയുന്നത്. തരൂരിനെ ഇനിയും പിണക്കണ്ട എന്ന് മാത്രമല്ല ഹൈക്കമാൻഡ് കരുതുന്നത്. ഇവിടെ തരൂരിനെതിരെ നടന്ന പ്രതിഷേധം പോലും തലസ്ഥാന ജില്ലയിലെ മുതിർന്ന ചില നേതാക്കളുടെ ഒത്താശയോടെയാണെന്നും ഈ ലേഖന വിവാദം കത്തിച്ചത് മുതിർന്ന ചില നേതാക്കളാണെന്നും വിലയിരുത്തുക കൂടിയാണ് ദേശീയ നേതൃത്വം. അങ്ങനെ തരൂരിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്താൻ നിശ്ചയിച്ചിരുന്ന മാർച്ച് പോലും നടത്തരുതെന്ന് KPCCക്ക് നിർദ്ദേശവും നൽകേണ്ടി വന്നിരിക്കുന്നു. തരൂരിന് നല്ല ഉപദേശം നൽകിയെന്ന് അവകാശപ്പെട്ട സംസ്ഥാന നേതാക്കൾ വരെ തൽക്കാലം മിണ്ടാതിരുന്നോളൂ എന്ന് മുകളിൽ നിന്ന് ഉത്തരവ് വരുന്നതോടെ ലേഖന വിവാദം ഏതാണ്ട് അവസാനിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ പന്തിപ്പോഴും ശശി തരൂരിന്റെ കോർട്ടിലാണ്. ഇടത് സർക്കാരിന്റെ വ്യവസായ നിക്ഷേപ സംഗമം വരുന്നതിന് മുൻപേ കൊടുത്ത ഗുഡ് മാർക്കാണോ അതോ മോദിക്ക് കൊടുത്ത പ്രശംസയാണോ ഗോളാകുക എന്ന് ഇനി ഉറ്റുനോക്കാനുള്ളൂ. തരൂരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തം പാർട്ടിയിലെ സ്നോളി ഗോസ്റ്റർമാർ അതുവരെ വായടച്ച് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്.